നമസ്കാരം. മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം. നല്ല മനസ്സുള്ള ഉദ്യോഗസ്ഥരെ തളർത്തരുത്. സമൂഹ മാധ്യമ വെറിയന്മാരെ നിലയ്ക്ക് നിർത്തേണ്ടത് അനിവാര്യം. എങ്ങും കുശുമ്പും പുച്ഛവും അസൂയയും നിറഞ്ഞവരുടെ ആക്രമണം. ഒരു സിനിമയിൽ മോഹൻലാൽ പറയുന്ന ഒരു പ്രചാരം നേടിയ ഒരു ഡയലോഗുണ്ട്. അതിങ്ങനെയാണ്: ഒരു സർക്കാർ ജോലി കിട്ടിയിട്ട് വേണം ഒന്ന് ലീവ് എടുക്കാൻ. ഈ ഡയലോഗ് മലയാളികളായ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ പ്രവൃത്തികളുടെ സത്യസന്ധമായ വിലയിരുത്തലായിരുന്നു. കേരളത്തിലെ സർക്കാർ ജീവനക്കാരും അർദ്ധ സർക്കാർ ജീവനക്കാരുമൊക്കെ കൃത്യമായി ഒരിക്കലും ജോലി ചെയ്യാറില്ല എന്നത് പരസ്യമായ കാര്യമാണ്. ഇതൊക്കെയാണെങ്കിലും സർക്കാർ സർവീസിൽ കയറിയ നല്ലൊരു വിഭാഗം ഉദ്യോഗസ്ഥർ ജോലിയോട് കൂറു പുലർത്തുകയും ജനസേവനത്തിന് താല്പര്യം കാണിക്കുകയും ചെയ്യുന്നവരുമുണ്ട്. ഈ മാനസികാവസ്ഥയുള്ള കുറച്ച് ജീവനക്കാർ നിയമവും ചട്ടവും നോക്കാതെ അവധി ദിവസത്തിൽ ജോലി ചെയ്യാൻ തയ്യാറായതിന്റെ പേരിൽ മേലുദ്യോഗസ്ഥന്റെ കാരണം കാണിക്കൽ നോട്ടീസ് കൈപ്പറ്റിയിരിക്കുകയാണ്. സംഭവം നടന്നത് പത്തനംതിട്ടയിലെ തിരുവല്ല മുനിസിപ്പൽ ഓഫീസിലാണ്. ഈ ഓഫീസിൽ നാട്ടുകാർ സമർപ്പിച്ച പരാതികൾ അടങ്ങുന്ന ഫയലുകൾ തീർപ്പാക്കാതെ കിടക്കുന്നത് പരിഹരിക്കാൻ ഓഫീസിലെ ജീവനക്കാർ കൂട്ടായി ഒരു തീരുമാനമെടുക്കുകയാണ്. ഞായറാഴ്ച അവധി ദിവസത്തിലും ഓഫീസിലെത്തി ജോലി ചെയ്ത് ഫയലുകൾ തീർപ്പാക്കാം. മുനിസിപ്പൽ ജീവനക്കാരുടെ തീരുമാനപ്രകാരം ഓഫീസിലെ ബന്ധപ്പെട്ട ജീവനക്കാർ രാവിലെ തന്നെ ഓഫീസിലെത്തി വൈകിട്ട് 5 മണി വരെ ജോലി ചെയ്ത് ഫയലുകൾ തീർപ്പാക്കി. ഇനിയാണ് സംഭവ കഥ തുടങ്ങുന്നത്. ജോലി പൂർത്തീകരിച്ച ശേഷം എല്ലാവരും കൂടി മറ്റൊരു തീരുമാനവും എടുക്കുകയാണ്. ജോലിയിൽ ഏർപ്പെട്ട വനിതകളും പുരുഷന്മാരുമായ ഉദ്യോഗസ്ഥർ ചേർന്ന് ഒരു റീൽ ഷൂട്ട് ചെയ്യാനാണ് തീരുമാനം. ഇത് പ്രകാരം പ്രചാരം നേടിയ മലയാള ചലച്ചിത്ര ഗാനത്തിന്റെ പശ്ചാത്തലത്തിൽ ഉദ്യോഗസ്ഥർ ആസ്വാദികരവും മാന്യവുമായ ഒരു റീൽ ഷൂട്ട് ചെയ്തു. താഴ്വാരങ്ങൾ പാടുമ്പോൾ താമരവട്ടം തളരുമ്പോൾ കളങ്കം ചന്ദനമായൻ കരളിൽ പെയ്തു. ആരുണി ലൈലയോ പ്രേമ സൗന്ദര്യമോ നീയാണെൻ നിലവിൽ പ്രിയരാഗ പുലർവാനം. വിവാദമുണ്ടാക്കിയ ജീവനക്കാർ പങ്കെടുത്ത റീൽ കണ്ടു എന്നുള്ളതും ഇതിൽ നിയമലംഘനമോ അതല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥർ എന്ന നിലയിൽ അച്ചടക്ക ലംഘനമോ അതുമല്ലെങ്കിൽ ആശാസ്യമല്ലാത്തതോ ആയ ഒന്നുമില്ല എന്നും ചട്ടങ്ങൾക്കും നിയമങ്ങൾക്കും അപ്പുറം കടന്ന് ഒരു സംഘം ജീവനക്കാർ തങ്ങളുടെ ഉത്തരവാദിത്വം പൂർത്തീകരിക്കാൻ നല്ല മനസ്സ് കാണിച്ചപ്പോൾ അതിനെ അംഗീകരിക്കുകയും പ്രശംസിക്കുകയും ചെയ്യേണ്ടതിന് പകരം അനാവശ്യ വിമർശനങ്ങളുമായി സമൂഹ മാധ്യമങ്ങളിൽ ആൾക്കാർ എത്തുന്നത് മലയാളിയുടെ അസൂയ, കുശുമ്പ്, പുച്ഛം എന്നീ സ്വഭാവ ഗുണങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നതിന്റെ ഭാഗമാണെന്നും കളക്ടർ അഭിപ്രായപ്പെട്ടു. എന്ത് തെറ്റും ശരിയും ഉണ്ടായാലും ഇവിടെ സേവന സന്നദ്ധരായി രംഗത്ത് വന്ന സർക്കാർ ജീവനക്കാരുടെ അസാധാരണമായ അനുഭവമാണ് റീൽസ് വഴി കേരളത്തിലെ ജനങ്ങൾ കണ്ടത്. നിയമത്തിന്റെ കുരുക്കുകൾ തപ്പിപ്പിടിച്ച് പൊതുജനങ്ങളെ എങ്ങനെയൊക്കെ വലയ്ക്കാമോ അതെല്ലാം ഒരു മടിയുമില്ലാതെ ചെയ്തുകൊണ്ടിരിക്കുന്ന സർക്കാർ ജീവനക്കാരുടെ സ്ഥിരം സ്വഭാവങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അവധി ദിവസത്തിൽ പോലും ജോലി ചെയ്ത് പൊതുജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ നല്ല മനസ്സ് കാണിച്ച തിരുവല്ല മുനിസിപ്പാലിറ്റിയിലെ ജീവനക്കാർക്കെതിരെ സമൂഹ മാധ്യമങ്ങളിലെ വിമർശനങ്ങളുടെ ചുവട് പിടിച്ച് സെക്രട്ടറി നടപടിയെടുത്തത് ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. ഇത്തരം അനുഭവങ്ങൾ തുടർന്നും ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കുക. ചട്ടങ്ങളെല്ലാം മാറ്റിവെച്ച് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ തയ്യാറാകുന്ന നല്ല മനസ്സുള്ള ജീവനക്കാരുടെ മനസ്സ് തളർത്താൻ മാത്രമേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ട് ഉപകരിക്കൂ എന്നുകൂടി ഓർമ്മപ്പെടുത്തട്ടെ. നന്ദി, നമസ്കാരം.